Dear students, in the last few classes, we studied about cylindrical polar coordinates and spherical polar coordinates. Before that, we started with Biot-Savart's law and we found out the magnetic field produced by a long current carrying wire. In this class, we will study about the force between two such long parallel current carrying wires. We have seen that magnetic field due to a long straight current carrying wire shown in this figure, current is I, will be B is equal to mu 0 I by 2 pi s. mu 0 എന്താണെന്ന് നമുക്കറിയാം, I അറിയാം, 2 pi s എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഫ്രം ദ വയർ ആണ് എന്നറിയാം. ഈ മാഗ്നറ്റിക് ഫീൽഡ് ഈ കറണ്ടിന് ചുറ്റും കേൾ ചെയ്യും എന്നുള്ള കാര്യവും നമ്മൾ പഠിച്ചു. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിലുള്ള ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ അത് ഈ പ്ലെയിനിൽ നിന്ന് ഔട്ട് ഓഫ് ദ പ്ലെയിൻ നമ്മുടെ നേരെ ആയിരിക്കും വരിക. താഴത്തൊരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇൻ ടു ദ പ്ലെയിൻ നമ്മളിൽ നിന്ന് ദൂരേക്ക് പോകുന്ന രീതിയിലായിരിക്കും ഈ മാഗ്നറ്റിക് ഫീൽഡ് കേൾ ചെയ്യുക. അപ്പോൾ ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ, ഈ കേൾ ചെയ്യുന്ന ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യാൻ പറ്റും. ഇഫ് ദ തമ്പ് ഓഫ് യുവർ റൈറ്റ് ഹാൻഡ് പോയിന്റ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്, യുവർ കേൾഡ് ഫിംഗേഴ്സ് ഗിവ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ മാഗ്നറ്റിക് ഫീൽഡ് കേൾസ് അറൗണ്ട് ദി വയർ. റൈറ്റ് ഹാൻഡിൻ്റെ തമ്പ് കറണ്ടിൻ്റെ ഡയറക്ഷനിൽ പോയിന്റ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഫിംഗേഴ്സ് കേൾ ചെയ്യുന്ന ഡയറക്ഷനിലായിരിക്കും ആ കറണ്ട് ക്യാരിങ് വയറിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡും കേൾ ചെയ്യുക. ഇതിൻ്റെ നേരെ റിവേഴ്സ് ആയിട്ടുള്ള കാര്യവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കറണ്ട് ക്യാരിങ് വയർ ഒരു ലൂപ്പ് ആണെങ്കിൽ ആ ലൂപ്പിൻ്റെ ഡയറക്ഷനിൽ നമ്മൾ ഫിംഗേഴ്സിനെ കേൾ ചെയ്ത് പിടിക്കുകയാണെങ്കിൽ തമ്പ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ തരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സിനാരിയോ അല്ലേ. ഈ ലൂപ്പിൽ ഇത് ഒരു കറണ്ട് ക്യാരിങ് ലൂപ്പ് ആണെങ്കിൽ അതിൽ ആ ഡയറക്ഷനിൽ നമ്മുടെ ഫിംഗേഴ്സ് കേൾ ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമ്മുടെ തമ്പ് ഈ ഡയറക്ഷനിലായിരിക്കും പോയിന്റ് ചെയ്യുക. അപ്പോൾ അതായിരിക്കും ഈ ലൂപ്പ് ഓഫ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. The magnetic force on a segment of current carrying wire is evidently Fm equal to integral V cross B dq. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടിട്ടുള്ള ഇക്വേഷനാണ്. ലോറൻസ് ഫോഴ്സ് പഠിച്ച സമയത്ത് അതിനെ ക്യൂവിൽ നിന്ന് മാറി ഐൻ്റെ ടേംസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യുന്നു മാത്രമാണ് ഈ സ്ലൈഡിൽ. ഇൻറ്റഗ്രൽ വി ക്രോസ് ബി ഡി ക്യു എന്നുള്ളത് ഇത് വെലോസിറ്റി ഓഫ് ചാർജും ഇത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ വിച്ച് ദാറ്റ് ചാർജസ് പ്രസൻറ്റ്. ഓക്കെ, ഈ ഡി ക്യൂവിനെ നമുക്ക് ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ എൻ്റെ ടേംസിൽ ലാംഡ ഡി എൽ എന്ന് എഴുതാം. കാരണം ലാംഡ ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി എൽ. എഫ് എം ക്യാൻ ബി റിട്ടേൺ ആസ് ഇൻറ്റഗ്രൽ ഐ ക്രോസ് ബി ഡി എൽ ബിക്കോസ് വി ഇൻറ്റു ലാംഡ ക്യാൻ ബി റിട്ടേൺ ആസ് ഐ. dl is written as such. Since I and dl are in the same direction, ഈ ഐ എൻ്റെ മാഗ്നിറ്റ്യൂഡിനെ എടുത്ത് പുറത്തേക്ക് വയ്ക്കുക, ഡയറക്ഷൻ അവിടെ തന്നെ വെച്ചിട്ട് ഈ ഡി എല്ലിനെ ഉള്ളിലേക്ക് എടുക്കുകയാണെങ്കിൽ വി ക്യാൻ ഓൾസോ റൈറ്റ് എഫ് എം ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഐൻ്റെ മാഗ്നിറ്റ്യൂഡിനെ പുറത്തെടുത്തത് ഐ ഇവിടെ, ഡി എല്ലിൻ ഐൻ്റെ ഡയറക്ഷൻ ഐ ക്യാപ്പ് അവിടെ തന്നെ ഉണ്ട്, ഡി എൽ എന്ന് പറഞ്ഞ മാഗ്നിറ്റ്യൂഡ് ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ടെങ്കിൽ ഡി എല്ലും ഐയും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് അത് ഡി എൽ വെക്റ്ററായിട്ട് മാറും. ബിനെ അങ്ങനെ തന്നെ എഴുതി. Typically, the current is constant in magnitude along a wire. This is a constant usually along a wire. So you can take it outside the integral. Fm will be equal to I integral dl cross B. That is the magnetic force on a segment of wire carrying a current I situated in a magnetic field B. Now let us move on to the main topic, force between two long parallel wires. This is the conventional coordinate system that we take. We consider two long parallel wires 1 and 2. One is carrying current I1, 2 is carrying current I2. They are situated at a distance d. നമുക്ക് ആദ്യം മാഗ്നറ്റിക് ഈ I1 എന്ന് പറഞ്ഞ കറണ്ട് ഈ വയറിൽ കൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഈ വയറിൻ്റെ ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് കേൾ ചെയ്യുന്നുണ്ട് അല്ലേ.
ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് ഈ I2 സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഈ I2 കാരണം സെക്കൻഡ് വയറിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. അതേപോലെ തന്നെ I2 എന്ന് പറഞ്ഞ കറണ്ട് കാരണം ഇതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് I1 സിറ്റുവേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് കാരണവും ഈ I1 കാരണവും ഈ ഫസ്റ്റ് വയറിൻ്റെ മുകളിലും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. അത് രണ്ടുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ലെറ്റ് us സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് വയർ. മാഗ്നറ്റിക് ഫീൽഡ് ഓൺ 1 ഡ്യൂ ടു 2. മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ഫസ്റ്റ് വയർ ഡ്യൂ ടു ദ സെക്കൻഡ് വയർ ആണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിനെ നമ്മൾ ഓൺ ഫസ്റ്റ് വയർ ആയതുകൊണ്ട് B1 എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് എത്രയായിരിക്കും? ഈ കറണ്ട് ക്യാരിയിങ് വയർ അതിൻ്റെ ചുറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും അല്ലേ. അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? μ0 I/2πs ആണ്. ഇവിടെ I എന്ന് പറയുന്നത് I2 ആണ്, S എന്ന് പറയുന്നത് D ആണ്. അപ്പോൾ ഈ 1 സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് μ0 I2 പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിലാണ്, I2/2πd. ആൻഡ് വാട്ട് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ദിസ് മാഗ്നറ്റിക് ഫീൽഡ്? യു keep your right hand thumb in the direction of I2. You can see that ഈ വയറിന് ചുറ്റും നിങ്ങളുടെ ബാക്കിയുള്ള ഫിംഗേഴ്സ് കേൾ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും അല്ലേ. അതാണ് I2 പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ അത് ഈ പോയിന്റിൽ ഔട്ട് ഓഫ് ദ പ്ലെയിനും ഈ പോയിന്റിൽ ഇൻ ടു ദ പ്ലെയിനും ആയിരിക്കും. സോ at the point where I1 is situated, the direction is out of the plane. Now force on 1 due to 2 F1. നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ച ഇക്വേഷൻ I ഇൻ്റഗ്രൽ DL ക്രോസ് B ആണ്. അപ്പോൾ 1ൻ്റെ മുകളിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ആ 1ന് കൂടെ പാസ് ചെയ്യുന്ന കറണ്ടും ആ 1 സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡും ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ I1 വരും. ഓട്ടോമാറ്റിക് ആയിട്ട് 1ൻ്റെ ഇൻഫൈനൈറ്റ്സ്മൽ ലെങ്ത് എലമെൻറ്റിനെ DL1 എന്നാണ് ഡിനോട്ട് ചെയ്യുക. ക്രോസ് B1, which is the magnetic field in which 1 is situated and is produced by I2. B1 is produced by I2. Now, let us evaluate this term. DL1 is in the direction of y cap. DL1 is in the direction of y cap. B1 is in the direction of z cap. ഇവിടെ നമ്മൾ പഠിച്ചു out of the plane അല്ലേ. Out of the plane is the direction of z cap. So the angle between them DL1 and B1 is 90 degree. ഇത് y ക്യാപ്പും ഇത് z ക്യാപ്പും ആയതുകൊണ്ട് ആംഗിൾ ബിറ്റ്വീൻ ദം 90 ഡിഗ്രി ആണ്. എന്തായിരിക്കും DL1 ക്രോസ് B1ൻ്റെ ഡയറക്ഷൻ? y ക്രോസ് z ആയിരിക്കും, which is equal to x cap. So F1 becomes I1 integral DL1 B1 sin 90, which is equal to I1 integral DL1, substitute for B1 as μ0 I2 2πd sin 90 equal to 1, direction is x cap. This becomes equal to μ0 I1 I2 divided by 2πd integral DL1. What is integral DL1? ഇത് മാത്രമേ ഇൻ്റഗ്രലിൻ്റെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ. ഇതെല്ലാം കോൺസ്റ്റൻസ് ആയതുകൊണ്ട് നമുക്ക് പുറത്തെടുക്കാം. What is integral DL1? Total length of the first wire, which is L1, length of the first wire. So we got force on 1 due to 2 as F1 equal to μ0 I1 I2 L1 by 2πd x cap. Let us move on to force on 2 due to 1. ഇതേ കാര്യങ്ങൾ ഇതേപോലത്തെ സ്റ്റെപ്സ് തന്നെയാണ് ഉണ്ടാവുക അല്ലേ. ആദ്യം തന്നെ നമുക്ക് ഈ I2 സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അത് I1 പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. സോ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ 2 ഡ്യൂ ടു 1 റെപ്രസെൻറ്റഡ് ബൈ B2 വിൽ ബി ഈക്വൽ ടു μ0 I/2πs. ഇവിടെ I എന്ന് പറയുന്നത് I1 ആണ്, കാരണം I1 പ്രൊഡ്യൂസ് ചെയ്യുന്ന B2ലാണ് I2 സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. μ0 I1 divided by 2πd. Now I1 പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ I1ൻ്റെ ഡയറക്ഷനിൽ റൈറ്റ് ഹാൻഡിൻ്റെ തമ്പ് വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ റൈറ്റ് ഹാൻഡിൻ്റെ ഫിംഗേഴ്സ് കേൾ ചെയ്യുന്ന ഡയറക്ഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഒരു പോയിന്റിൽ
ഈ സൈഡിലുള്ള എല്ലാ പോയിന്റ്സിലും മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട് ഓഫ് ദ പ്ലെയിനും ഇതിൻ്റെ ഇപ്പുറത്തേക്കുള്ള എല്ലാ പോയിന്റ്സിലും മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ ദ ഡയറക്ഷൻ ഇസ് ഇൻ ടു ദ പ്ലെയിൻ. Now find out force on 2 due to 1. We know the equation F is equal to I integral dl cross B. ഇവിടെ F2 2ൻ്റെ മുകളിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ I2 ആയിരിക്കണം, dl2 ആയിരിക്കണം, B2 ആയിരിക്കണം. dl2 എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ്സ്മെൽ ലെങ്ത് എലമെന്റ് ഓഫ് ദ സെക്കൻഡ് വയർ. B2 നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. So let us find out what is this cross product. dl2 is in the direction of y cap, same as before. B2 is in the direction of minus z cap now. It is into the plane. So according to this conventional directions, into the plane is minus z. So B2 is in minus z direction. Angle between them is of course 90 degree. Y ഉം minus z ഉം തമ്മിലുള്ള angle 90 degree ആണ്. What will be the direction of dl2 cross B2? It will be in y cross minus z cap. Y cross z x ആണെങ്കിൽ y cross minus z cap minus x ആയിരിക്കും. So substituting all these, we get F2 equal to I2 integral dl2 B2 sin 90 integral dl2 mu 0 I by 2 pi d sin 90 equal to 1. Direction is minus z cap. I2 mu 0 I1 by 2 pi d പുറത്തെടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ integral dl2 മാത്രമായി മാറും, which is equal to total length of the second wire denoted by L2. So this should be F2, okay? This should be changed as F2. F2 is equal to mu 0 I1 I2 L2 divided by 2 pi d minus x cap. നമുക്ക് നേരത്തെ കിട്ടിയ F1 എന്തായിരുന്നു? mu 0 I1 I2 L1 by 2 pi d plus x cap. Now we got F2 as mu 0 I1 I2 L2 by 2 pi d minus x cap. Okay. So what can we say about all this? Force on 1 is in the direction of x cap, which is towards 2. 1-ലുള്ള ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എക്സ് ആണെങ്കിൽ എക്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് അല്ലേ എന്ന് പറഞ്ഞാൽ 2ലേക്കാണ് അതിൻ്റെ ഡയറക്ഷൻ. അതേപോലെ തന്നെ ഫോഴ്സ് ഓൺ 2 is in minus x direction. So that is towards 1. 2-ലുള്ള ഫോഴ്സ് മൈനസ് എക്സ് ഡയറക്ഷനാണ് എന്ന് പറഞ്ഞാൽ 1ൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ഈ രണ്ട് ഫോഴ്സും അട്രാക്റ്റീവ് ആണെന്നാണ് അർത്ഥം. Therefore, the two long parallel wires that carry current in the same direction attract each other. Now we have found out the force of attraction also. Let us find out the force of attraction per unit length. ആ ലെങ്ത് എന്ന് പറഞ്ഞ L1 L2 എന്ന് പറഞ്ഞ ഫാക്ടർ മാത്രമാണ് ആ രണ്ട് ഫോഴ്സും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അല്ലേ. അതിനെ അങ്ങോട്ട് ഡിവൈഡ് ചെയ്ത് കളയാം. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഫോഴ്സ് പെർ അട്രാക്ഷൻ പെർ യൂണിറ്റ് ലെങ്ത് കിട്ടും. അത് രണ്ടിൻ്റെയും സെയിം ആണ് അല്ലേ. mu 0 I1 I2 ഈ L2ഉം L1ഉം ഒക്കെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഡിവൈഡഡ് ബൈ 2 pi d എന്ന് പറഞ്ഞ ഫാക്ടർ മാത്രമേ ഉള്ളൂ. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ടു long parallel wires carrying current in the same direction attract each other with a force of attraction per unit length equal to mu 0 I1 I2 by 2 pi d. What will happen if the current are in opposite direction? എന്ന് പറഞ്ഞാൽ I1ൽ പ്ലസ് y ക്യാപ്പിലും I2 മൈനസ് y ക്യാപ്പിലുമാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്കിൽ എന്താണ് സംഭവിക്കുക? Find it out by yourself and explain why is it coming so. That is homework. Okay. എന്തായാലും ഇത് സെയിം ആയിരിക്കും അല്ലേ. ഫോഴ്സ് ഓഫ് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അട്രാക്ഷൻ ആണോ റിപ്പൾഷൻ ആണോ എന്നുള്ളത് കണ്ടുപിടിക്കുക. അതിനുവേണ്ടി ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം അതിൻ്റെ ഡയറക്ഷൻസ് മാത്രം മാറ്റിയിട്ട് ചെയ്താൽ മതി. ഇതെന്തായാലും സെയിം ആയിരിക്കും. കാരണം I1 I2 D ഒന്നും മാറുന്നില്ല, ഡയറക്ഷൻ മാത്രമേ മാറുന്നുള്ളൂ. സോ ഡു ഇറ്റ് ആസ് എ homework, then you will study everything very well. That's all for today. Thank you.